Hello everyone, welcome back to a new video. Today we'll be discussing the short story The Packet of Rice by Karur Neelakanda Pillai, which comes under MAS for Kerala Culture and Literature. So first of all, a little bit about the author. Karur Neelakanda Pillai was an Indian writer of Malayalam literature and one of the founders of Writers Cooperative Society. He was a recipient of the Kerala Sahitya Academy Award for Children's Literature in 1960, which he received for his work Anakaran, and the Kerala Sahitya Academy Award for Story in 1969, which he received for his short story Modira. So, in this particular short story, The Packet of Rice, it talks about the rampant poverty in 1950s and 60s. And it's a very realistic story, and that is just the theme of the story, hunger, the poverty. That's the idea, or that is what we will see in the story. ഇപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ ബേസിക് ആയിട്ടുള്ളൊരു സമ്മറി ചോദിക്കുകയാണെങ്കിൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു ടീച്ചർ ഹെഡ് മാസ്റ്ററോട് വന്ന് പറയുന്നൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ്. അതായത് ഒരു കുട്ടി ലഞ്ച് ബ്രേക്കായി, അപ്പോൾ ഒരു കുട്ടി ഇവിടെ വെച്ചിരുന്ന പൊതിച്ചോറ് കാണാതെ പോയിരിക്കുന്നു, ആരും മോഷ്ടിച്ചിരിക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റും കൊണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ടീച്ചർ ഹെഡ് മാസ്റ്ററെ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഹെഡ് മാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം നിർത്തിയിട്ട് ആ കുട്ടിയെ നോക്കുന്നുണ്ട്. പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയെ നോക്കുന്നുണ്ട്. ആ കുട്ടി കരഞ്ഞ് അവശനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെയാണ് വെച്ചതെന്ന് പറയുമ്പോൾ, എല്ലാ ദിവസവും വെക്കുന്ന റൂമിൽ അവിടെ തന്നെയാണ് വെച്ചിരുന്നത്. അവിടെ വേറെ കുട്ടികളുടെ പൊതിച്ചോറും ഉണ്ടായിരുന്നു, പക്ഷേ ഈ കുട്ടിയുടെ മാത്രമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. എല്ലായിടത്തും നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും തിരഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആരോ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു. മാത്രമല്ല അത് നാണം കെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളൊരു കാര്യവും ഈ ടീച്ചർ പറയാൻ തുടങ്ങി. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ്, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാം ആരാണ് ചെയ്തതെന്നുള്ളത്. അപ്പം അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കുറച്ച് ടീച്ചേഴ്സും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ലഞ്ച് ബ്രേക്കിൻ്റെ ബെല്ലടിക്കുകയാണ്. അതായത് ലഞ്ച് ബ്രേക്ക് തീർന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ക്ലാസ്സിലേക്ക് വരെയാണ്. അപ്പോഴേക്കും എല്ലാവരും ഈ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതായത് ഈ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് മാത്രം ആരോ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ് ആരായിരിക്കാം മോഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. സാധാരണ കുട്ടികളുടെ ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അവനാണ് മോഷ്ടിച്ചത് അല്ലെങ്കിൽ അവളാണ് മോഷ്ടിച്ചത് എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ ഡിസ്കഷൻ നടത്താൻ തുടങ്ങി. അപ്പോൾ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും കൂടി അവിടെ വന്നു. അതിനുശേഷം ഈ ഹെഡ് മാസ്റ്റർ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആദ്യം വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി. അതിനുശേഷം കുറച്ച് സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഫോഴ്സ്ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചിട്ടും ആരും മുന്നോട്ട് വരുന്നില്ല. ആരാണ് ശരിക്കും ഈ ഒരു പൊതിച്ചോറ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഹെഡ് മാസ്റ്റർ പറയുന്നൊരു കാര്യമാണ്, മോഷണം എന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമല്ല, അതൊരു പാപമാണ്. ഒരു പക്ഷേ ഇന്നത്തേക്ക് ആ ഒരു മോഷ്ടാവ് രക്ഷപ്പെട്ടെന്നിരിക്കാം. ആരും മോഷ്ടിക്കുന്നത് കാണാത്തതുകൊണ്ട്, ഈ ഒരു മോഷ്ടാവിനെ മുൻപോട്ട് വരാത്തത് കൊണ്ടും ഒരുപക്ഷെ ആരും അറിയുന്നെന്ന് വരില്ല ഈ ഒരു പൊതിച്ചോറ് ആരാണ് എടുത്തുകൊണ്ട് പോയതെന്നുള്ളത്. അപ്പോൾ നമുക്ക് മനുഷ്യരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ ഒരിക്കലും പറ്റിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല മോഷണം എത്ര ഒരു തെറ്റായ ഒരു പ്രവൃത്തിയാണെന്നും അതിപ്പോൾ നമ്മൾ അറിയാതെ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാപ്പ് പറഞ്ഞ് അത് കൺഫസ് ചെയ്ത് മാപ്പ് പറയേണ്ടതെന്നും ഒക്കെ ആ ഒരു ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു മനുഷ്യർ മാത്രമല്ല ദൈവവും തിരിച്ച് മാപ്പ് തരും. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അതേ തെറ്റ് ചെയ്യാനുള്ളൊരു പ്രവണതയും നമുക്കുണ്ടാകും. അങ്ങനെയാണ് പലരും ആ ഒരു രീതിയിലേക്ക്, ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് പലരും മോഷ്ടാക്കളാകുന്നത്. അവരെ പോലീസ് പിടിക്കാറുണ്ട്, അവർക്ക് ശിക്ഷ കിട്ടാറുണ്ട് എന്നൊക്കെ രീതിയിൽ ഈ ഒരു ഹെഡ് മാസ്റ്റർ കുട്ടികളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി ആരാണ് മോഷ്ടിച്ചതെന്ന് പറയണം, ആരാണോ ചെയ്തത് അയാൾ മുന്നോട്ട് വരണമെന്ന് പറയുമ്പോൾ പോലും അപ്പോഴും കുട്ടികളാരും തന്നെ മുന്നോട്ട് വരുന്നില്ല.
മാത്രമല്ല അവർ പല രീതിയിലുള്ള എക്സ്ക്യൂസൊക്കെ പറയുന്നുണ്ട്. ചിലർ കണ്ടിട്ടില്ല, ചിലർ അറിഞ്ഞിട്ടില്ല, ചിലർ വീട്ടിൽ പോയി ലഞ്ച് ബ്രേക്കിന്, ചിലർ അവരുടേതായ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രമാത്രം ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഒരു കുട്ടിയും ആരാണ് മോഷ്ടിച്ചതെന്ന് ആർക്കും ഒരു ഐഡിയയും ഇല്ല. ശരിക്കും മോഷ്ടിച്ച ആൾ മുന്നോട്ട് വരുന്നുമില്ല. അപ്പോൾ ഇത് ഹെഡ് മാസ്റ്ററിന് വല്ലാത്തൊരു നാണക്കേടായി. കാരണം എല്ലാവരും അദ്ദേഹത്തെ 4th ക്ലാസ്സിൽ ടീച്ചർ എന്ന് വിളിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വലുത് ഒരു ആരാധനയാണ്. അതുപോലെ തന്നെ വില്ലേജേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ നല്ലൊരു അഭിമാനത്തോടെയാണ് അദ്ദേഹത്തെ കാണുന്നത്. എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു മതിപ്പിലാണ് കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ് മാസ്റ്ററിന് ഈ ഒരു ചെറിയൊരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു ഡിസ്റ്റർബൻസ് കാരണം ഒന്നിലും മനസ്സ് ഉറയ്ക്കുന്നില്ലായിരുന്നു. കണക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ക്ലാസ്സൊന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് സ്കൂൾ അവസാനിക്കുന്ന സമയത്ത് ബെല്ലടിക്കാൻ വരെ മറന്നുപോയി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കാണുന്നത് സ്കൂള് ബെല്ലടിച്ചു, എല്ലാവരും പോയപ്പോഴും ഈ ഹെഡ് മാസ്റ്റർ ഇരുന്ന് ഒരു കത്തെഴുതുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് ദിവസം രാത്രി സ്കൂളിലെ മാനേജർക്ക് ഒരു കത്ത് കിട്ടുന്നുണ്ട്. അത് ഈ ഹെഡ് മാസ്റ്റർ എഴുതിയ കത്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഈ കത്തിൽ ഹെഡ് മാസ്റ്റർ മാനേജറിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമ്മുടെ സ്കൂളിൽ ഒരു മോഷണം നടന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആരോ ഒരാൾ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് തട്ടിയെടുത്തു. മാത്രമല്ല അത് കഴിക്കുകയും ചെയ്തു. അത് വളരെ ഷെയിംഫുൾ ആയിട്ടൊരു ആക്റ്റാണ്. ഈ ഒരു ഹെഡ് മാസ്റ്റർ 30 വർഷം ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തന്നെ. മാത്രമല്ല ഒരു പൊതിച്ചോറാണ് മോഷണം പോയത്. മോഷ്ടിക്കണമായിരുന്നെങ്കിൽ പൊതിച്ചോറിനെക്കാട്ടിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തോരം സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ഭക്ഷണം മാത്രം മോഷ്ടിക്കപ്പെട്ടത്? അപ്പം അതിനർത്ഥം ആരോ വിശന്നിരുന്ന ആരെങ്കിലും ആയിരിക്കണം ഈ ഒരു കാര്യം ചെയ്തത്. അത്രമാത്രം ഒരു വിശപ്പ് തോന്നിയത് കൊണ്ടായിരിക്കാം അയാൾ ഈ ഒരു കാര്യം ചെയ്തത്. കാരണം ഇതൊരു കുഞ്ഞു കുട്ടിയുടെ പൊതിച്ചോറാണ്, അധികം ഭക്ഷണമൊന്നും ഇതിലില്ല. മാത്രമല്ല മറ്റ് ഒരു മുതിർന്ന ഒരു കുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഗസ് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു വേറൊരു കുട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഒരു കുട്ടിക്ക് അത്രയും വിശപ്പ് തോന്നത്തില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടി ഉച്ചക്കത്തെ ഈ ഒരു പൊതിച്ചോറ് മോഷ്ടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുട്ടിക്കും ഈ ഒരു പൊതിച്ചോറ് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ വരത്തില്ല. കാരണം അത്ര ക്ഷീണം തോന്നുന്നതുകൊണ്ട്. മാത്രമല്ല കുട്ടികൾ പൊതുവെ പ്ലേറ്റ്, പെൻസിൽ, സ്ലേറ്റ് ഈ വക കാര്യങ്ങളാണ് കൂടുതലും മോഷ്ടിക്കാറുള്ളത്. അല്ലാതെ ഒരു പൊതിച്ചോറ് ഇന്ന് വരെ അവരങ്ങനെ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കണമെങ്കിൽ തന്നെ അവരെന്തെങ്കിലും ഫ്രൂട്ട്സ്, അതായത് മാംഗോ, ഓറഞ്ച്, അതൊക്കെ ആയിരിക്കും മോഷ്ടിക്കുന്നത്. അപ്പം ചോറ് തന്നെ മോഷ്ടിക്കണമെങ്കിൽ അത്രമാത്രം വിശപ്പ് അത്രമാത്രം കഠിനമായിട്ടുള്ളൊരു വിശപ്പ് അനുഭവിച്ച ഒരാളായിരിക്കണം. അങ്ങനെ ഒരു രീതിയിൽ ഹെഡ് മാസ്റ്റർ ഇവിടെ ഗസ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടിയുടെ മുഖത്ത് നോക്കി നീ അല്ലേ മോഷ്ടാവെന്ന് പറയുന്നതും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തവർ, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കാത്തവരായിട്ടുണ്ട്. പക്ഷെ ഒരു ടീച്ചർ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടികളല്ല, ടീച്ചേഴ്സല്ല, അപരിചിതരായിട്ടുള്ള ആരും തന്നെ ആ സ്കൂളിലില്ല. അന്നൊന്നും അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആരും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അവരാരുമല്ല. അപ്പോൾ ആരാണ്? അപ്പോൾ ഇവിടെ ഈ ഒരു കത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹെഡ് മാസ്റ്റർ തന്നെയാണ് ഈ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ച് കഴിച്ചത്. അപ്പോൾ ഈ ഒരു ഹെഡ് മാസ്റ്റർ ഇവിടെ കൺഫെഷൻ നടത്തുകയാണ്. ആരാണോ ഈ ഒരു സ്കൂളിൻ്റെ ഇൻചാർജ്, ആരാണോ ഈ ഒരു കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏറ്റെടുത്തിരുന്നത്, ആരാണോ ടീച്ചേഴ്സിനെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്, ആരാണോ ഇങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ പണിഷ് ചെയ്യേണ്ടത്, ആ ആൾ തന്നെയാണ് ഈ ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതറിയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള വികാരങ്ങൾ തോന്നും. ഒരു ദേഷ്യവും ഒരു രീതിയിലുള്ളൊരു വെറുപ്പും തോന്നും. കാരണം ഒരു ടീച്ചറായിട്ട് ഇത്രയും ഒരു പരിപാടി ചെയ്തല്ലോ, ഒരു ടീച്ചർ എന്നെ സ്വന്തം പഠിപ്പിക്കുന്ന കുട്ടിയുടെ പൊതിച്ചോറ്
മോഷ്ടിച്ച് കഴിച്ചല്ലോ, ഇങ്ങനെയുള്ളൊരു ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിൽ എങ്ങനെ കുട്ടികളെ വിടും എന്നുള്ള രീതിയിലൊക്കെ പലർക്കും പല രീതിയിൽ തോന്നാം. അപ്പം അങ്ങനത്തെ രീതിയിൽ സ്കൂളിനൊരു നാണക്കേടാണ് എല്ലാവരും ഈ ഒരു കാര്യം അറിയുകയാണെങ്കിൽ, ആരാണ് യഥാർത്ഥ മോഷ്ടാവെന്ന് അറിയുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു ഹെഡ് മാസ്റ്റർ പറയുന്നത് ആ ഒരു നാണക്കേടിനെക്കാട്ടിലും ഹെഡ് മാസ്റ്ററിന് അത്രമാത്രം ഒരു വേദന തോന്നിയത് ആ ഒരു പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയുടെ കരച്ചിലായിരുന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഒന്ന് സമ്മതിക്കുന്നുണ്ട് ഇതൊരു നാണംകെട്ട പരിപാടിയായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല. പക്ഷെ എന്നാലും ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കാം ഇതൊരു ഇത്രയും ഒരു മോശം പരിപാടിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തത്? എന്തായിരിക്കാം ഇയാളെ പ്രേരിപ്പിച്ചത്? അപ്പോൾ ആ ഒരു റീസണാണ് ഇവിടെ പറയുന്നത്. അതായത് 30 വർഷം ഇവിടെ പഠിപ്പിക്കുന്നു, ഇത് ജോലി ചെയ്യുന്നു, കിട്ടുന്നത് 12 രൂപയാണ്. അപ്പോൾ 12 രൂപ വെച്ചിട്ട് എത്ര പേരെ നോക്കാനാണ്? ആ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ വീട്ടിൽ ഒരു 8 പേരുണ്ട്. 12 രൂപ വെച്ച് 8 പേരെ നോക്കാന്നുള്ളത് അത്രമാത്രം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു 1950s 60s എന്ന് പറയുന്നത് റാമ്പൻ പോവേർട്ടിയുടെ സമയമാണ്. ഭക്ഷണം കിട്ടാനേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ കിട്ടുന്ന 12 രൂപ പോലും തികയുന്നില്ലായിരുന്നു. എല്ലാം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത്രയും ഒരു ആ ഒരു 12 രൂപ വെച്ചിട്ട് ആ ഒരു കുടുംബത്തെ നോക്കാന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറച്ചധികം മണിക്കൂറായി. അപ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. പൊതുവേ നമുക്കും വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് മൂഡ് സ്വിങ്സ് വരും. പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് രീതിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നും. കാരണം അത്രമാത്രം വിശപ്പായിരിക്കും. നമ്മൾ ആ ഒരു കാര്യമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലൊക്കെ ലഞ്ച് ബ്രേക്ക് അടുക്കുന്ന അവർ ആകുമ്പോൾ നമ്മൾ പിന്നെ ഫോക്കസേ ചെയ്യാറില്ല. അല്ലെങ്കിലും ഫോക്കസ് ചെയ്യാറില്ല. പക്ഷെ ലഞ്ച് ബ്രേക്ക് അടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക തരം ഡിസ്ട്രാക്ഷനാണ്. കാരണം നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഫുഡിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. വിശക്കുന്നു, ലഞ്ച് ബ്രേക്ക് എപ്പോൾ തീരും, പിന്നെന്താ കൊണ്ടുവന്ന ആഹാരത്തെക്കുറിച്ച് ആലോചിക്കുന്നു, ക്യാൻറ്റീനിലെ ഫുഡിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പം അങ്ങനത്തെ രീതിയിൽ വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. മാത്രമല്ല ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. മാത്രമല്ല നമുക്ക് ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്നത്. ഇമ്പൾസീവായിട്ട് നമുക്ക് അതായിരിക്കും തോന്നുന്നത്. ഒരു ചെറിയൊരു മുട്ടായി കഴിച്ചാൽ പോലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഒരു ഹെഡ് മാസ്റ്ററിനും പറ്റിയത്. അയാൾ 28 മണിക്കൂറായി ഒന്നും കഴിച്ചിട്ടില്ല. സാഹചര്യം കൊണ്ട് തന്നെയാണ്. കാരണം കയ്യിൽ പൈസ തികയുന്നില്ല, വീട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല. ഇത്രയും മണിക്കൂറായിട്ട് അയാളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കുക, എങ്ങനെയെങ്കിലും കഴിക്കുക എന്നുള്ളൊരു ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് ഇരിക്കുന്നു, ചുറ്റും ആരുമില്ല. അപ്പോൾ ആ ഒരു പൊതിച്ചോറ് തുറന്ന് അതിലുണ്ടായിരുന്ന 3-4 വാ ചോറ് ഇയാൾ കഴിക്കുകയാണ്. ആ കഴിച്ച് ആ ഒരു വിശപ്പ് അടങ്ങിയതിന് ശേഷമാണ് ഇയാൾക്ക് താൻ ചെയ്തതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത്, എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തത് എന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല ആ ഒരു കുട്ടിയുടെ മുഖവും അതുപോലെ തന്നെ ബാക്കിയുള്ള കോൺസിക്വൻസ് എല്ലാം ആലോചിച്ചപ്പോൾ തന്നെ ഇയാൾക്ക് അത്രയും മാത്രം വേദന തോന്നി. പക്ഷെ എന്ത് ചെയ്യാം, അയാൾ നിസ്സഹായനാണ്. ബിക്കോസ് ഒരു നിമിഷം നമുക്ക് തോന്നാം ഇയാൾ എന്ത് ദുഷ്ടനാണെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ച് കഴിച്ച് എന്ത് ക്രൂരതയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതേസമയം ഇഫ് വി ഇമാജിൻ ഹിസ് സിറ്റുവേഷൻ, വി ഫീൽ ഹീ ഈസ് ഹെൽപ്ലെസ്. ഒരു നിസ്സഹായ അവസ്ഥയിലാണെന്ന് നമുക്ക് തോന്നും. സോ നമുക്ക് അതേസമയം ഒരു എമ്പതിയും അയാളോട് തോന്നാം. സോ അതന്നെയാണ് ഹെഡ് മാസ്റ്റർ ഈ ഒരു കത്തിൻ്റെ അവസാനം പറയുന്നത്. ചിലപ്പോൾ ഇതൊരു തെറ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഇതെന്തൊരു നിസ്സഹായ അവസ്ഥയായിട്ട് തോന്നാം, ചിലർക്ക് തെറ്റായിട്ട് തോന്നാം, ചിലർക്ക് ഇത് പാപമായിട്ട് തോന്നാം. ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ ഇതിനു വേണ്ടി ഈ ഒരു ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടിയും വരും. അല്ലെങ്കിൽ ഈ ഒരു ജന്മം തന്നെ ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നാൽ ഇയാൾ ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ഇയാൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് എൽസ് കുഡ് ഐ ഹാവ് ഡൺ? വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ ഇയാൾ മരിച്ചു പോകുമെന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇത്രയും നേരം ഒന്നും കഴിക്കാതെ ഇല്ല,
ഇനിയും കഴിക്കാതിരുന്നാൽ ഇയാൾ മരിച്ചു പോകുമെന്നുള്ളൊരു അവസ്ഥയിലെത്തി. ഹി വാസ് ദാറ്റ് ഹെൽപ്ലെസ്. സോ വാട്ട് എൽസ് കുഡ് ഹി ഹാവ് ഡൺ? ആ ഒരു ലൈനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി തീരുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി റിയലിസ്റ്റിക് സ്റ്റോറി because Karur Nilakanta Pillai, Urub and Bashir, they are considered to be the preeminent storytellers in Malayalam literature. And most of Pillai short stories portray the plight of middle class in simple and straightforward manner. സോ ഈ ഒരു സ്റ്റോറിയിലും ബേസിക്കായിട്ട് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാനൊന്നുമില്ല. മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മെസ്സേജസോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ പോവർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഇത്രമാത്രം പട്ടിണി കിടക്കുമ്പോൾ, ഇത്രയും മണിക്കൂർ പട്ടിണി കിടക്കുന്ന സമയത്ത് ഇയാൾ ഒരു 4 വാ ചോറ് മോഷ്ടിച്ച് കഴിച്ചു. ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ശരിയായിട്ട് തോന്നാം ചിലർക്ക് ആ ഒരു നിസ്സഹായ അവസ്ഥ കാരണം, തെറ്റായിട്ട് തോന്നാം ചിലർക്കൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിയുടെ ചോറ് കഴിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിൽ. ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. ആ ഒരു 1950s 60s സമയത്ത് ഇങ്ങനത്തെ രീതിയിൽ കൂടുതലും ഇങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത്രമാത്രം പട്ടിണി ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അത്രമാത്രം ഇങ്ങനത്തെ രീതിയിൽ സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഇങ്ങനത്തെ രീതിയിലുള്ള ജോലികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും തികയാത്തൊരു സാലറി ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ പല കുടുംബങ്ങളും പട്ടിണി കിടന്നിട്ടുണ്ട്, പല ആൾക്കാരും ഇങ്ങനത്തെ രീതിയിൽ മോഷ്ടിച്ചിട്ടുണ്ട്. സോ ആ ഒരു റിയാലിറ്റിയാണ് ഓദർ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദി മെയിൻ തീം ഓർ ദി ഐഡിയ ഓഫ് ദി ഷോർട്ട് സ്റ്റോറി. സോ if you have anything more to add, you can do so in the comment section. And I'll see you in the next video. Till then, take care.